പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയാൽ ആത്മാവിലലയടിയാൻ. ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം. ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളാം. വായോ പോകാം പാടാം മേളാം. നന്മയുടെ സമ്മാനം നന്മയുടെ സ്വരമായുയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ. യേശുവിൻ മൊഴികൾ മികവാൻ പകരാം വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം. എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. Voice of Goodness Season 3. ഇന്നത്തെ എപ്പിസോഡിൽ 4 കണ്ടസ്റ്റന്റ്സ് വേദിയിൽ ഇവിടെ എത്തി ഇന്ന് നമ്മുടെ വേദിയെ ധന്യമാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ, പോളച്ച സ്വാഗതം. ശ്രീ മനോജ് ജോർജ്, മനോജ് ചേട്ടാ സ്വാഗതം. സിസ്ലി, വോയിസ് ഓഫ് ഗുഡ്നസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ജഡ്ജസിനോടൊപ്പം ഇന്നത്തെ 4 കുട്ടികളുടെ പാട്ടുകൾ കേൾക്കാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടിയുണ്ട്. മറ്റാരുമല്ല, ഗുഡ്നസ് ടിവിയുടെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഫിലിപ്പ്. ഫിലിപ്പച്ച സ്വാഗതം. ഇനി നമുക്ക് നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. അങ്ങനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. ആദ്യം നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ജാന മരിയ. വെരി ജാന, ഹായ്, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കും. മോളുടെ പെർഫോമൻസ് ടിവിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ മോൾക്ക് ഓക്കെ ഇന്ന് ഞാൻ 2ാമത്തെ പാട്ട് പാടാനായിട്ട് എത്തുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഞാൻ വരുത്തണം എന്നാണ് പ്ലാൻ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ബ്രീത്തിങ് കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് പാടണം എന്നുണ്ട്. ശരി, പിന്നെ പിച്ച്, ടെമ്പോ, അങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു. നന്നായിട്ട് കുറവുകളെല്ലാം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് ഇന്നത്തെ സെക്കൻഡ് ഗാനമാണ് ഇന്നിപ്പോൾ ജാന പാടാൻ പോകുന്നത്. ഇനി ഒരു ഗാനം കൂടെ ജാനയ്ക്കുണ്ട് അല്ലേ? അപ്പോ നമുക്ക് ഇന്ന് 4 പാട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോവാം. ജാന, വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. തുടക്കം വളരെ ഗംഭീരമാവട്ടെ കേട്ടോ. താങ്ക് യു. Voice of Goodness Season 3.
ജാനക്കുട്ടി എന്തോ ഇപ്പൊ ടെൻഷനൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പാടിയല്ലേ? ആ. സുഖമായിട്ട് പാടി കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? ഒരു റിലീഫ്. റിലീഫ് ഉണ്ട്. മോള് നന്നായിട്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത പോലെ നന്നായിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? ഏകദേശം. ഏകദേശം. അപ്പൊ ശരിയാണോ എന്ന് ചോദിക്കാം. പൊളിച്ച ജാനക്കുട്ടിയുടെ ഈ ഒരു ആദ്യത്തെ മെലഡി. ജാന മരിയ നന്നായി പാടി. Thank you, sir. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ചിലപ്പോൾ ടഫ് സോങ് ആണത്. ഇപ്പം അത് നന്നായി ജാന മരിയ കൈകാര്യം ചെയ്തു. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടുമ്പോൾ. പാട്ടിൽ നല്ലൊരു ഇമോഷണൽ എക്സ്പ്രഷൻ, പാട്ടിൻ്റെ ഒരു നല്ല ഭക്തിഭാവം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള നല്ലൊരു ശ്രമം നടത്തി. താങ്ക് യു. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. എത്ര കാലമായിട്ട്? 1ാം ക്ലാസ് തുടങ്ങി പഠിക്കാൻ തുടങ്ങി. പഠിക്കുന്നു. നല്ല പ്രൊഫഷണൽ വോയിസ് ഉണ്ട് ജാനമരിയയ്ക്ക്. താങ്ക് യു. വലിയൊരു ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ നല്ലൊരു പ്രൊഫഷണൽ സ്റ്റൈൽ വോയിസ് കിട്ടുക എന്നുള്ളത്. അപ്പം നല്ല ആശംസകൾ, ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. ജാന എന്തോ ജാന അതിമനോഹരമായിട്ട് ഈ പാട്ട് പാടി. താങ്ക് യു. സന്തോഷം. പിന്നെ ഇത് ഇത്തിരി അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കാൻ നല്ല സുഖമുള്ളൊരു പാട്ടാണ്. നല്ല മെലോഡിയസ് സോങ്, ബട്ട് ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്. കാരണം നമ്മൾ ഒത്തിരിയേറെ സംഗതികൾ, ഒത്തിരിയേറെ പ്ലാൻസ് ഇതിൽ ഉണ്ട്. അപ്പം അതൊക്കെ വളരെ ഒരുവിധം ഭംഗിയായിട്ട് തന്നെ ജാന അത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. താങ്ക് യു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, മോൾക്ക് നല്ല വോയിസാണ്, നല്ല ശബ്ദമാണ്, നല്ല ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുള്ളൊരു ശബ്ദമാണ്. പക്ഷെ ചില സമയങ്ങളിൽ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ ഈ ഡൈനാമിക്സ് ഫോളോ ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് നല്ല ഗെയിൻ ഉണ്ടായിരിക്കും, വോയിസ് നല്ല പ്രസൻസ് ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ താഴ്ന്നു പോകും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. മോളുടെ നല്ല വോയിസാണ്, നന്നായിട്ട് പാടി. പിന്നെ പ്ലാൻസൊക്കെ നല്ല, ചില സമയത്ത് ഭയങ്കര പ്രൊഫഷണലായിട്ട് തോന്നി, നല്ല ഭംഗിയായിരുന്നു. നമ്മൾ പെട്ടെന്ന് റെക്കോർഡ് കേൾക്കുന്ന പോലെ തോന്നി. ഓക്കെ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നത്. പിന്നെ പിച്ച്, അത് പാട്ട് പാടുമ്പോൾ, പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മോള് ശ്രുതിയൊക്കെ വെച്ചിട്ടല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒത്തിരിയേറെ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. പക്ഷെ അത് സ്റ്റിൽ എന്താ പറയുക, നീഡ് ടു കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ എന്തായാലും ഓവറോൾ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.
സിസ്ലി. ഹായ് ജാന. ഹലോ. ഇപ്പൊ ഒരു റിലീഫായ അല്ലേ പാടിക്കഴിഞ്ഞപ്പോ? മോളുടെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ സെലക്ഷൻ ഓഫ് സോങ് ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ആരാ സെലക്ട് ചെയ്ത്? ആരോ തന്നിട്ടുണ്ട് സെലക്ഷൻ മോൾക്ക്. ഓക്കെ, അവരാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, ഈ പാട്ട് നേരത്തെ അറിയായിരുന്നോ അതോ ഇതിനു വേണ്ടി? അല്ലല്ല, നേരത്തെ അറിയായിരുന്നു. ഓ ഗുഡ് ഗുഡ്. അപ്പൊ നല്ല സെലക്ഷൻ ഓഫ് സോങ് നന്നായിട്ട് പ്രസന്റ് ചെയ്തു. മോൾക്ക് സൗണ്ടിന് ചെറിയൊരു ഇതുണ്ട് അല്ലേ? അതെ, ചുമയായിരുന്നു. അതിന്റെ ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എനിക്കും ഫീൽ ചെയ്തത്. പക്ഷെ അത് നന്നായി മാനേജ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഗിവ് അപ്പ് ചെയ്യാം, പക്ഷെ നമ്മൾ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു വെരി സ്ട്രോങ് ഗേൾ കേട്ടോ. എനിക്ക് മോളോട് പറയാനുള്ളത്, ജാന കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് മോള് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആൻഡ് മോള് വളരെ നല്ലൊരു സിംഗറാണ്, വളരെ ടാലൻറ്റഡ് ആണ്. മോൾക്ക് മോളുടേതായൊരു വ്യത്യസ്തതയുണ്ട് കേട്ടോ. അപ്പം അത് ബിലീവ് ചെയ്ത് വളരെ കോൺഫിഡൻസ് ആയിട്ട് അടുത്ത പ്രാവശ്യം വളരെ ഭംഗിയായി പാടാൻ കഴിയട്ടെ. ഇത് നന്നായിട്ട് പെർഫോം ചെയ്തു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഫിലിപ്പച്ച. ജാന വളരെ മനോഹരമായിട്ട് പാടി. ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു ഗാനമായിരുന്നു. കേട്ടിരിക്കാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. പുലർകാല ദീപമായി എൻ്റെ ആത്മാവിൽ വരൂ യേശു എന്ന് നമ്മൾ പാടുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നതിന് എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു കാര്യം, ഒരു ആൾ ഇച്ചിരി കൂടി പ്ലസൻ്റ് ആയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചൊരു ടെൻഷനെ പിടിച്ച് പാടിയത് കൊണ്ടായിരിക്കാം. ഒന്നുകൂടി പ്ലസൻ്റ് ആയിട്ട് ആ പാട്ട് പാടുകയാണെങ്കിൽ നമ്മളെ വളരെ കൂടുതലായിട്ട് സ്പർശിക്കുന്ന ഒരു പാട്ടാണ്. അതൊരു കുറവായിട്ടല്ല ഞാൻ പറഞ്ഞത്. പാടിയത് വളരെ മനോഹരമായിട്ട് പാടി. ഇനിയും ഇതുപോലെ മനോഹരമായിട്ട് അടുത്ത റൗണ്ടുകളിൽ പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫാദർ. ആദ്യത്തെ പാട്ടിന് മോൾക്ക് കിട്ടിയിരിക്കുന്നത് 24 ആയിരുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ പാട്ടിന് ഒരു 0.5 കൂടുതൽ കിട്ടില്ലേ? നോക്കാം. യെസ് സിസ്ലി. മോൾക്ക് അറിയാലോ ഇന്നത്തെ പാട്ടിന് മോൾക്ക് സൗണ്ടിൻ്റെതായ ചെറിയ പ്രോബ്ലം ഉണ്ട്. പക്ഷെ മോള് റെൻഡറിങ് വളരെ നല്ലതായിരുന്നു, മോൾക്ക് കഴിവുമുണ്ട്. പക്ഷെ ആ നമ്മൾ കോമ്പറ്റീഷൻ ആകുമ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്യുമല്ലോ. അപ്പം ഒട്ടും കുറയ്ക്കുന്നുമില്ല കൂട്ടുന്നുമില്ല. 8 മാർക്സ്. താങ്ക് യു. വീട്ടില് തന്നെ. മനോജ് ചേട്ടാ പ്ലീസ്. ഞാനും കൂട്ടുന്നില്ല കുറയ്ക്കുന്നില്ല. 8 marks. ഇനി ആകെ അച്ഛന്റെ കാലിലേക്ക് വീഴാനേ നമുക്ക് രക്ഷയുള്ളൂ. ഞാനല്ല ചോദിക്കണ്ടേ, നിങ്ങളാ ചോദിക്കണ്ടേ. ചോദിക്കണ്ട, അല്ലാണ്ട് പറയാം. അറിയോ അച്ഛാ? കുറച്ച് കൂട്ടാവും. 8.5. താങ്ക് യു. എനിക്ക് പ്രോമിസ് ചെയ്യണം എല്ലാവരുടെ മുന്നിൽ വെച്ച് മൂന്നാമത്തെ പാട്ടായിട്ട് വരുമ്പം ഇതിലും നല്ല പ്ലസന്റ് ആയിട്ട് ഇതിലും നല്ല മാർക്ക് വാങ്ങും എന്നുള്ളത് പ്രോമിസ് ചെയ്യേ. ഓക്കെ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. മെറിൻ റോയ് ആണ് ഇനി വേദിയിലെത്തി മത്സരിക്കാൻ പോണത്. വരും മെറിൻ. മെറിൻ കുട്ടി, എന്തോ സുഖായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അന്ന് എത്ര മാർക്കായിരുന്നു കിട്ടിയേ? അന്ന് 27 മാർക്ക് കിട്ടി. ആഹാ, കൊള്ളാലോ. അപ്പൊ ഇന്ന് ഏത് കാറ്റഗറിയിലുള്ള ഗാനമാണ് പാടാൻ? ഫാസ്റ്റ് സോങ് ആണ്. ഓക്കെ, അപ്പൊ അതിലും കൂടുതൽ മാർക്ക് വാങ്ങുമല്ലോ. വാങ്ങും. ഫുൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് തറവായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ അല്ലേ? അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ ഗാനം, ഈ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആത്മശക്തിയാ വിളവിടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാ വളമേകളേ.
പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. പിന്മഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. ആത്മമാരിയാൽ നനച്ചിടണേ, ആത്മശക്തിയാൽ കരുത്തേകണേ. ആത്മമാരിയാൽ നനച്ചിടണേ, ആത്മശക്തിയാൽ കരുത്തേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ, പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാൻ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. പിന്മഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. വിശ്വാസത്തിൻ പരിച എടുത്തിടാം, സുവിശേഷ പാദരക്ഷ ധരിച്ചിടാം. വിശ്വാസത്തിൻ പരിച എടുത്തിടാം, സുവിശേഷ പാദരക്ഷ ധരിച്ചിടാം. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിടാം, സാത്താന്റെ കോട്ടകൾ തകർത്തിടാം. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിടാം, സാത്താന്റെ കോട്ടകൾ തകർത്തിടാം. വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ, ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ, പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാൻ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ, പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാൻ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. പിന്മഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. മെറിൻ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള പാട്ട് വളരെ എൻജോയ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് പാടി എൻജോയ് ചെയ്തു അല്ലേ? ചെയ്തു. എന്നാ ചോദിക്കട്ടെ പെട്ടെന്ന്. അച്ഛാ പൊളിച്ച എങ്ങനെ ഉണ്ടായിരുന്നു? മെറിൻ നന്നായി പാടി. താങ്ക് യു അച്ഛാ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വോയിസ് ആണല്ലോ. താങ്ക് യു. നല്ലൊരു സ്പെഷ്യൽ ഐഡന്റിറ്റി ഉള്ള വോയിസ്. പിന്നെ മെറിൻ നല്ല ജോയ്ഫുൾ ആയിട്ടാണ് പാടിയത്. ഈ റൗണ്ടിന്റെ ഒരു ഫീൽ ജസ്റ്റിഫൈ ചെയ്തിട്ട് നല്ല പുഞ്ചിരിച്ച് ഇങ്ങനെ പാടി. നല്ല കോൺഫിഡൻസ് ആയിരുന്നു അല്ലേ പാടാൻ? ഉണ്ടായിരുന്നു. നല്ലൊരു ഒരു ഫ്രീ ഫ്ലോയിങ് മെലഡിയാണ് ഇത്. മെറിൻ്റെ ഒരു സ്റ്റൈലാണോ അത് ഈ പാട്ടിലുള്ളതാണോ? ഈ പാട്ടിന് പ്രത്യേക സ്റ്റൈല് പാടിയപ്പുണ്ടായി? ഇത് തന്നെയായിരുന്നു ഒറിജിനൽ സ്റ്റൈൽ എങ്ങനെയാണ്? ശരി, വളരെ നന്നായിട്ട് പാടി. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, ചില എൻഡ് സിലബിൾസ് ഇപ്പൊ എന്താണ് വിളയാൻ, എൻ, ആ യാ വരെ കേൾക്കണു.
അത് അങ്ങനെയുള്ള എൻഡ് സിലബിൾസ് വിടരുത്. അതൊന്നും കൂടിയും പാടുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പിന്നെ പരിശുദ്ധാത്മാവി, അതിൻ്റെ സ്ട്രെസ് കുറച്ചും കൂടി, ഉച്ചാരണ ശുദ്ധി കുറച്ചും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മനോഹരമാകും. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. മോള് വളരെ നന്നായിട്ട് പാടി. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ, മെറിൻ അതിഗംഭീരമായിട്ട് പാടി പാട്ട്. താങ്ക് യു സർ. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഒരു ആഡ്ലിബ് പാടിയല്ലോ, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അത് അസാധ്യമായിട്ട് പാടി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ആ ഒരു വിളവെടുപ്പിൻ ഉണ്ടല്ലോ, വിളവെടുപ്പിൻ കാലമല്ലേ എന്നുള്ളത്, അതൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഒരു ഫോക്കിഷും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സാധാരണ റെക്കോർഡിങ്ങിനൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ കുറേ ടേക്സ് എടുക്കേണ്ടി വരും. ഇത് ഫസ്റ്റ് ടേക്കിന് ഓക്കെ ആവുന്ന ഒരു ഫ്രേസ് ആയിരുന്നു അത്. അപ്പം അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഇൻട്രോ തന്നെ ഗംഭീരമായിട്ട് പാടി. എനിക്ക് ആ വിളവെടുപ്പിനൊന്നുകൂടെ പാടാവും. ജസ്റ്റ് ഒരു ആഡ്ലിബിന്റെ വിളവെടുപ്പ്. വിളവെടുപ്പിൻ കാലമല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ആ ഒരു സുഖം ഉണ്ടായിരുന്നു. അതൊന്നുകൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര മനോഹരമായിരുന്നു അത്. പിന്നെ മോൾക്ക് നല്ല ശബ്ദമുണ്ട്, നല്ല പ്രസൻസ് ഉള്ള വോയിസ്. എനിക്ക് അങ്ങനെയൊക്കെ ആയിട്ട് തോന്നിയത്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പിന്നെ ഇതൊക്കെ എങ്ങനെ ബൈഹാർട്ട് ചെയ്തു ഇത്രയും വലിയൊരു പാട്ട്? പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി അല്ലേ? വെരി ഗുഡ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പരിധി വരെ ഉച്ചാരണങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് വളരെ ക്ലീനായിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ചില ഇത് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അതർവൈസ് ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. സിസ്ലി, മെറിൻ, എന്തോ മെറിൻ്റെ പോസിറ്റീവ്സ്, മെറിൻ്റെ കോൺഫിഡൻസ്, അതൊരു ഓവർ കോൺഫിഡൻസും അല്ല, എന്നാൽ വളരെ ലോ ആയിട്ടുള്ള ഫേസും അല്ല, കറക്റ്റ് ലെവലിലുള്ള ആ കോൺഫിഡൻസ്, ആ പാട്ടിന് വേണ്ടുന്ന ആ ത്രോ കൊടുത്ത് മോള് പാടി. മോൾ എല്ലാ സർക്കംസ്റ്റൻസും മോൾ അതിജീവിച്ച് മുമ്പോട്ടൊരു ആർട്ടിസ്റ്റിന് വേണ്ട ഒരു ക്വാളിറ്റിയാണത് കേട്ടോ. അപ്പോൾ മെറിൻ അത് ആവോളം ഉണ്ട്. ഐ റിയലി ലൈക്ക് ദ വേ ഹവ് യു പെർഫോം ടുഡേ. ബിക്കോസ് നമുക്കത് എളുപ്പമല്ല. എല്ലായ്പ്പോഴും നമുക്ക് എല്ലാ സർക്കംസ്റ്റൻസിലും അത് നിന്ന് പാടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ മോൾ ആ ഒരു ക്വാളിറ്റി, അതൊരു സ്ട്രോങ് ക്വാളിറ്റിയാണ്. ആൻഡ് അത് വെച്ച് മുമ്പോട്ട് പോകട്ടെ കേട്ടോ. ഇന്നത്തെ ഈ സോങ്ങിൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് നമുക്കിങ്ങനെ വെറുതെ നിന്ന് പാടാൻ പറ്റില്ല. ആ ഒരു ത്രോ കൊടുത്ത് മോള് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ആൻഡ് ഇതെല്ലാം വചനങ്ങളാണ് ഈ പാട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വചനങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞ് ക്ലെയിം ചെയ്ത് പാടുമ്പോൾ ആ ഒരു കേൾക്കുന്ന ആൾക്കാരിലേക്കും അഭിഷേകം നിറയും. അപ്പം ആ ഒരു അഭിഷേകം നിറഞ്ഞാണ് മോളുടെ ഇന്നത്തെ പെർഫോമൻസ്. ആൻഡ് എനിക്ക് തോന്നിയ ഇതിനകത്ത് മോളുടെ പ്ലസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഹെഡ് വോയിസും മോൾ ഉപയോഗിച്ച് പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതാണ് അച്ഛൻ ചോദിച്ചത്, മോൾ അറിഞ്ഞാണോ അത് പാടിയിരിക്കുന്നത്? കാരണം ചില ഭാഗങ്ങളിൽ കുറച്ച് ഹെഡ് വോയിസ് ഉപയോഗിച്ച് പിന്നെ സാധാരണ വോയിസിലേക്ക് വന്ന് അതൊക്കെ ആ സ്വാപ്പൊക്കെ നന്നായിട്ട് വന്നു, വിച്ച് ഇസ് നോട്ട് ഈസി. പ്രത്യേകിച്ച് ഈ ഏജിൽ നമുക്ക് കുറച്ച് ട്രെയിൻഡ് ആയി കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ഏജിൽ അങ്ങനെ സ്വാപ്പ് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ സ്വാപ്പ് ചെയ്ത് പാടുക എന്ന് വെച്ചാൽ അത്ര ഈസി അല്ല. ചിലപ്പോൾ മോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ പാട്ട് ആ ഒരു ഫീലിൽ അങ്ങ് പാടിപ്പോയതായിരിക്കും. പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു. എല്ലാം ഭംഗിയായി വന്നു. ദൈവാനുഗ്രഹം ആവോളം ഉണ്ട്. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു. ഒരുപാട് സന്തോഷായില്ലേ മെറിൻ? അല്ലേ? പാട്ട് പഠിച്ചു, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അല്ലേ? ഇനി നമുക്ക് പോയ മാർക്കിന് ലഭിച്ചത് 27 മാർക്കായിരുന്നു. അത് നോക്കാം ഇനി. പോളച്ച, എത്ര മാർക്കാണ് മെറിന്റെ രണ്ടാമത്തെ പാട്ടിന്? മെറിൻ വളരെ ഗംഭീരമായിട്ട് പാടിയത് കൊണ്ട് 9 മാർക്സ്. 9 മാർക്സ്. തുടക്കം നല്ലതാണ്. മനോജ് ചേട്ടാ, ഈ തുടക്കം നല്ലതാണെന്ന് പറഞ്ഞല്ലോ. വളരെ തുടക്കം ഗംഭീരമായിട്ട് പാടി. പിന്നെ അതുപോലെ അത് സസ്റ്റെയിൻ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് 9 മാർക്സ്. മെറിന്റെ കോൺഫിഡൻസ് സിംഗിങ്ങിന് 9. അപ്പോൾ മെറിൻ ഈ പാട്ടിനും 27 മാർക്സ് ആണ് 30 ലഭിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഗാനത്തിനും സെക്കൻഡ് ഗാനത്തിനും ഒരേപോലെ മാർക്ക് കിട്ടിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വാങ്ങണമായിരുന്നു അല്ലേ? അതെ അല്ലേ? അപ്പൊ സാരമില്ല, മോൾക്ക് ഒരു ചാൻസും കൂടി ഉണ്ട്. അപ്പം ഫസ്റ്റ് റൗണ്ടിലേക്ക് മൂന്നാമത്തെ ഗാനം പാടാൻ വരുമ്പോ ഒരു 0.5 എങ്കിലും മാർക്ക് കൂടുതൽ വാങ്ങണം കേട്ടോ. ഓക്കെ, ശരി മെറിൻ. Voice of the Now, Season 3.
അടുത്തതായി ക്രിസ്റ്റീന സുജോ. നമുക്ക് ക്രിസ്റ്റീനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വരും മോളെ. ഹലോ ക്രിസ്റ്റീന. ഹലോ. മോള് നല്ല സുന്ദരിയായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഡ്രസ് ചെയ്ത് വന്നിട്ടുണ്ട്. താങ്ക് യു. മോള് പാടാൻ പോകുന്ന പാട്ടും അതുപോലെ തന്നെ റെഡി ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? അതെ. ഏത് കാറ്റഗറിയിലുള്ള പാട്ടാണ്? മരിയൻ സോങ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ മാതാവിന്റെ ഗാനമാണ് ഞങ്ങൾ കേൾക്കാൻ പോകുന്നത്. നന്നായിട്ട് പാടണം കേട്ടോ. കൂടെ നടന്നു
ശത്രു നീ ആദാമിൻ മോചനമേ ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ ഭൂമിയിൽ സാത്താന്റെ ആദ്യത്തെ ശത്രു നീ ആദാമിൻ മോചനമേ ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ കന്യകമേരിയമ്മേ കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ കന്യകമേരിയമ്മേ. യെസ് ക്രിസ്റ്റീന കുട്ടി എന്തോ പാടിക്കഴിഞ്ഞപ്പോ ഹാപ്പിയാണോ? അതെ നന്നായിട്ട് പാടി അല്ലേ? പാടിയെന്ന് തോന്നുന്നു. തോന്നുന്നു. ഞാൻ ചോദിക്കട്ടെ. യെസ് സിസ്ലി, നന്നായിട്ട് പാടിയോ ക്രിസ്റ്റീന? പിന്നല്ലാതെ ക്രിസ്റ്റീന, എനിക്ക് ഈ പാട്ടിലുടനീളം മോളുടെ ബോഡി ലാംഗ്വേജും മോളെ കാണുമ്പോഴും മോളുടെ പാട്ടും എല്ലാം കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരൊറ്റ വാക്കിലാണ് വിച്ച് ഇസ് ഗ്രേസ്ഫുൾ. നല്ല നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് മോള് പാടി. ഇറ്റ്സ് എ വെരി നൈസ് ക്വാളിറ്റി. പ്രത്യേകിച്ച് ഈ പാട്ടിന് മാതാവിനെ കുറിച്ച് പാടുമ്പോൾ നമുക്ക് ഗ്രേസ് എന്നല്ലാതെ വേറെ എന്ത് വാക്കാണ് മനസ്സിലോട്ട് വരിക അല്ലേ? മോൾ ഇതിനകത്ത് കോറസ് എന്താ പാടിയേ? ആവേ മരിയ കന്യകമേരിയമ്മേ. ഓക്കെ, എന്ത് ഈ ആവേ മരിയ ആവേ മരിയ കുറേ പ്രാവശ്യം പാടിയില്ല, എന്തായിരിക്കും എൻ്റെ അർത്ഥം അറിയാം? മാതാവിനെ സ്തുതിക്കുന്നതായിട്ടാണ്. ആവേ മരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ ആണ്. പക്ഷെ ആ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈബിൾ വചനമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് മാതാവിന്റെ അടുത്ത് വന്ന് പറയാണ് അല്ലേ, ഒരു ഗുഡ് ന്യൂസ് പറയുവാണ്. അപ്പൊ പറയുന്നത് എന്താണ്? കൃപ നിറഞ്ഞവളെ കർത്താവ് നിന്നോട് കൂടെ, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് ദ ലോർഡ് ഇസ് വിത്ത് യു. അതാണ് ആവേ മരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രേസോടുകൂടി മോൾക്ക് ആ ബൈബിൾ വചനം മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത പ്രാവശ്യം പാടണം കേട്ടോ. പക്ഷെ വളരെ നന്നായിട്ട് പാടി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് പാടി. ഓൾ ടുഗെദർ വളരെ നന്നായിരുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ. ക്രിസ്റ്റീന, എന്തോ ക്രിസ്റ്റീന വളരെ ഭംഗിയായിട്ട് പാടി പാട്ട്. താങ്ക് യു. പാട്ടിൽ എനിക്ക് തോന്നിയത് മോളുടെ ഒരു ഇന്നസെൻസ് ത്രൂ ഔട്ട് ദ സോങ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാടുമ്പോൾ വളരെ കൂളായിട്ട് നിന്ന് വളരെ എൻജോയ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ ഒരു റെൻഡിഷൻ, ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ എനിക്ക് തോന്നിയത് പല്ലവി പാടി തുടങ്ങി. അപ്പോൾ ഈ നമ്മൾ ഈ സ്കൂട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നിൽക്കുന്ന ആയിക്കപ്പോൾ പിന്നെ നല്ല സ്മൂത്തായിട്ട് വണ്ടി പോയി. അതുപോലെ തന്നെ നന്നായിട്ട് വന്നു. പക്ഷെ എന്നിരുന്നാലും പ്രത്യേകിച്ച് ചരണം, അനുപല്ലവി, തുടർന്നുള്ള വേഴ്സസ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മോള് പാടി. ഇങ്ങനെ ഇങ്ങനെ ഭംഗിയായി പാടി വരികയായിരുന്നു. അപ്പോൾ ആ ഒരു വളരെ ക്യൂട്ടായിരുന്നു ഇവിടുന്ന് കാണാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് കോറസൊക്കെ വന്നപ്പോൾ അത് കുറച്ചുകൂടെ ഒരു സോങ്ങിനെ ലിഫ്റ്റ് ചെയ്തു, കുറച്ചുകൂടെ നല്ല രസമായിട്ട് മോള് പാടി. പിന്നെ എനിക്ക് അവസാനം ആ ഒരു
ആവേ മേരിയെല്ലാം എന്നെ കുറച്ചുകൂടെ ഇമ്പ്രവൈസ് ചെയ്തു ആ കന്യക മേരി എന്നൊക്കെ വന്നപ്പോൾ ദാറ്റ് വാസ് നൈസ്. 1-2 സ്ഥലങ്ങളിൽ ഞാൻ നോട്ട് ചെയ്തു, അത് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഇമ്പ്രവൈസേഷനൊക്കെ. അതൊക്കെ അങ്ങനത്തെ കീപ്പ് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് റിപ്പീറ്റേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒന്ന് പാടാം, റെക്കോർഡില്ലെങ്കിൽ തന്നെയും അതുപോലെയൊക്കെ പാടാം. ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളുടെ വോയിസും മോളുടെ റെൻഡീഷനും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. പോളച്ച, ക്രിസ്റ്റീന നന്നായി പാടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നല്ല ഒരു ജോയ്ഫുൾ സിംഗിങ് ആയിരുന്നു. ഈ പാട്ട് തന്നെ കുറച്ചും കൂടി ഒരു റിതമിക്കാണ് പാട്ട്. സിമ്പിൾ മെലഡിയാണ്, കൂടുതൽ റിതമിക്കാണ്. അത് ആ ഋതത്തിൽ നന്നായിട്ട് ക്രിസ്റ്റീൻ അങ്ങനെ ലയിച്ച് ഒരു ബോഡി മൂവ്മെൻ്റ് ഒക്കെ കൊടുത്ത് നന്നായി പാടിയിരുന്നു. കോൺഫിഡൻസ് ഉള്ള പോലെയാണ് തോന്നിയത് കേട്ട് കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ കൂടി ഇരുന്ന് എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റീന വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടുന്ന പോലെയാണ് തോന്നിയത്. ആ സ്വർഗം എന്നുള്ളത് സ്വർഗമൊരുക്കിയ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർഗ, അതൊന്നും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. സ്വർഗമൊരുക്കി, അല്ല സ്വർഗം. അതുപോലെ മാലാഖ അല്ല, മാലാഖ. ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ. അത് അടുത്ത പ്രാവശ്യമൊക്കെ പാടുമ്പോൾ പ്രത്യേകിച്ച് പാട്ടുകാർ ഈ വക ഉച്ചാരണം ശ്രദ്ധിക്കണം. പാട്ടുകാരുടെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ മോള് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വലിയ റെക്കോർഡിങ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് മാറുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. മനസ്സിലായോ? പാട്ടിലെപ്പോഴും ഉച്ചാരണ ശുദ്ധി നമുക്ക് കൂടുതലുണ്ടെങ്കിൽ അതൊരു ഒരു അഡീഷണൽ ഒരു ഗ്രേസ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല ആശംസകൾ, കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഫാദർ. മോളെ, ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഫിലിപ്പച്ചന്റെ അടുത്തും കൂടെ ചോദിക്കാം പാട്ട് ഇഷ്ടായോ എന്നുള്ളത്. ഫിലിപ്പച്ച, ക്രിസ്റ്റീനയുടെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. വളരെ മനോഹരമായിട്ട് ക്രിസ്റ്റീന പാടി. മാതാവിനെ കുറിച്ച് പാടിയപ്പോൾ ക്രിസ്റ്റീന വളരെ കൃപ നിറഞ്ഞ് പാടുന്നതായിട്ട് എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ തോന്നുകയുണ്ടായി. ഈ പാട്ട് നമ്മൾ പല പ്രാവശ്യം കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ ക്രിസ്റ്റീന ഇന്ന് ഇവിടെ പാടിയപ്പോൾ ഏതാണ്ട് കൃപ നിറഞ്ഞ് പാടുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഓൾ ദി ബെസ്റ്റ് ക്രിസ്റ്റീന. താങ്ക് യു. താങ്ക് യു ഫാദർ. ക്രിസ്റ്റീന, ഇനി നമുക്ക് നേരെ മാർക്കിലേക്ക് പോവാം. അന്നത്തെ പാട്ടിന് എത്ര മാർക്കായിരുന്നു? 23. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ പാട്ടിന് പോളച്ച ഇന്നത്തെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന നന്നായി പാടിയത് കൊണ്ട് 8.5. താങ്ക് യു സർ. ഓക്കെ, മനോജ് ചേട്ടാ. ക്രിസ്റ്റീന നന്നായി ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് ത്രൂ ഔട്ട് നന്നായി പാടിയതിന് 8.5. താങ്ക് യു. ഇനി സിസിലിയുടെ അടുത്തും കൂടെ ചോദിക്കാം, അത് എത്ര മാർക്കായിരിക്കും? 9 കിട്ടോ? അറിയില്ല. പറയൂ. അതാണല്ലോ ഏറ്റവും എളുപ്പമുള്ള വാക്കല്ലേ, അറിയില്ല. 8.5. താങ്ക് യു. സന്തോഷായോ? അപ്പോ 23-ൽ നിന്നും ഒരൊറ്റ ജം സെക്കൻഡ് പാട്ട് വന്നപ്പോഴത്തേക്ക് മോള് വാങ്ങിയിരിക്കുന്നത് 25.5 മാർക്സ് ആണ്. നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇനി മോൾക്ക് ഈ ഒരു റൗണ്ടിൽ ഒരു ഗാനം കൂടിയുണ്ട്. അപ്പോ ഇതിൽ നിന്നും മാറി 27 വാങ്ങാൻ നോക്കണം കേട്ടോ. ശരി, അപ്പൊ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് വരും. വീണ്ടും കാണാം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങിയതും നല്ലൊരു മെലഡിയിലായിരുന്നു. ഇന്നിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴും നമ്മൾ മറ്റൊരു മെലഡി ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. ക്ഷണിക്കാം റെയ്ന റോബി. യെസ്, റെയ്നക്കുട്ടി വളരെ കോൺഫിഡന്റ് ആയിട്ട് നല്ല ചിരിച്ച് നല്ല ഉഷാറായിട്ടാണ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. 3 കാറ്റഗറിയിലുള്ള ഗാനങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. മോള് ഇപ്പൊ വീണ്ടും മറ്റൊരു മെലഡി ആയിട്ട് എത്തിയിരിക്കുന്നു. ഓൾ സെറ്റ് ആണല്ലോ? അപ്പൊ ശരി, നമുക്ക് പാട്ടിന് ശേഷം കാണാം. ഓക്കെ.
രണ്ടാമത്തെ പാട്ട് സെലക്ട് ചെയ്തപ്പോ എല്ലാവർക്കും തന്നെ അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് മോള് സെലക്ട് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? ഇത് മോളുടെ സെലക്ഷൻ ആയിരുന്നോ അതോ ആരാ സെലക്ട് ചെയ്തതെന്ന്? അപ്പൊ മോൾക്ക് ഇത് മോൾക്ക് നന്നായിട്ട് അറിയുന്ന പാട്ടായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു. പിന്നെ ആണോ? മോൾ ഇതുവരെ പാടിയിട്ടില്ലേ ഈ പാട്ട്? പള്ളിയിലും പാടിയിട്ടില്ല? വളരെ ആണോ? അപ്പം ഇങ്ങനെ ഒരു വേദി വരേണ്ടി വന്നു മോൾക്ക് ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട് പഠിച്ച് പാടാനായിട്ട്. എന്നിട്ട് പാടിയിട്ട് ശരിയായോ എന്ന് ചോദിക്കട്ടെ അച്ഛാ? റീന വളരെ നന്നായിട്ട് പാടി, കൺഗ്രാജുലേഷൻസ്. പ്രത്യേകിച്ച് ഹൈ പിച്ചിലേക്ക് വരുമ്പോൾ വോയിസ് നല്ല പവർഫുൾ വോയിസ് ആയിട്ട് അങ്ങനെ കേട്ടിരുന്നു. റീന ചെയ്യേണ്ട ഒരു സജഷൻ, ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യണം, പ്രാണായാമം എന്ന് പറയുന്നതേ. അപ്പം നമുക്ക് പല ഗുണങ്ങളുണ്ട് അത് ചെയ്യുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോയിസ് ഡൈനാമിക്സ് എന്ന് പറയില്ലേ, നമ്മളിങ്ങനെ ചെറിയ ചെറിയ കുനിപ്പുകളൊക്കെ കൊടുക്കുന്നില്ലേ, അപ്പോൾ അതൊക്കെ കുറച്ച് ക്ലാരിറ്റി കൂടി വരും. ഈ ബ്രീത്തിങ് അതിൽ വലിയൊരു എലമെൻ്റാണ്, നമ്മുടെ ശ്വാസശക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ, താഴെ റേഞ്ചിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ക്ഷീണമുണ്ട് വോയിസിന്, അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ പറ്റും. എല്ലായിടത്തും ഒരുപോലെ അതിൻ്റെ ഈക്വൽ സ്ട്രെസ്സ് വോയിസ് പ്രൊഡക്ഷനിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ബ്രത്താണ്, പ്രാണായാമം. നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ഡെയിലി റെഗുലറായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോഡിയാണ് നമ്മുടെ ഏറ്റവും വലിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. പാട്ട് പഠിക്കുന്നുണ്ടോ? കർണാട്ടിക് മ്യൂസിക് ആണോ? എത്ര നാളായിട്ട് പഠിക്കുന്നുണ്ട്? 3 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ പ്രപഞ്ചഗോളങ്ങളിൽ കേട്ടില്ല, പ്രപഞ്ചഗോള അവിടെ വരെ കേട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മുട്ടിക്കണമെങ്കിൽ വായു വേണം നമുക്ക് കൂടുതൽ. അപ്പോൾ ആ വായുവിൻ്റെ ബുദ്ധിമുട്ടുകൾ, ദുഃഖരാഗം, ദുഃഖ എന്ന് പറഞ്ഞാൽ പറ്റില്ല, ദുഃഖ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്യണം. അപ്പോൾ ആ ദീപം കൊളുത്തിയിടുക എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രാവശ്യം പാടി വന്നു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ തെളിഞ്ഞിങ്ങനെ വന്നു തുടങ്ങി. ആദ്യത്തെ റൗണ്ടിൽ കുറച്ച് ടഫായിരുന്നു, പിന്നെ കോൺഫിഡൻസ് കുറേശ്ശെ കൂടി വരുന്നതനുസരിച്ച് അത് ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. ഇതെല്ലാം മോള് നന്നായിട്ട് പാടി, നല്ല ശബ്ദമാണ്, അനുഗ്രഹീതമായിട്ടുള്ള ഒരു ശബ്ദം കിട്ടിയിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഉയരങ്ങളിലേക്ക് പോകട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മനോജ് ചേട്ടാ. റീന, ഞാൻ ആദ്യമായിട്ട് മോളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ് ഈ ഒരു പാട്ട് ചൂസ് ചെയ്ത് ഇവിടെ പാടിയതിനെ. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. മോളത് വളരെ വിശേഷമായിട്ട് പാടി കേട്ടോ. കാരണം ഇത് ചിത്രചേച്ചി, അതുപോലെ ടോമിൻ തച്ചങ്കരി അദ്ദേഹത്തിൻ്റെ മ്യൂസിക്, പിന്നെ വചനം, ആ ഒരു കാലഘട്ടത്തെ ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ച ഒരു ആൽബമായിരുന്നു അത്. അപ്പം അതിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണ് മോളിപ്പോൾ പാടിയത് ചിത്രചേച്ചിയുടെ ആലാപനത്തിൽ. അത് മോള് ഒരു പരിധി വരെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൾക്ക് നല്ല ശബ്ദം, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നല്ല ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ദിവസമൊക്കെ? ഓക്കെ. പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് പാടാൻ കുറെ നന്നായിട്ട് ബ്രീത്തിങ് കപ്പാസിറ്റി വേണം ലങ്സൊക്കെ. കാരണം ഒരു ഫ്രേസ് ഒത്തിരി നീട്ടി കഴിഞ്ഞിട്ടാണ്, ഒരുപാട് ലൈൻസ് കഴിഞ്ഞിട്ടാണ് ഒരു ബ്രേക്ക് കിട്ടുക നമുക്ക്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മോള്. ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതാണ്, കാരണം ഇത് ഇത്തിരി ടഫായിട്ടുള്ളൊരു സോങ് കൂടിയാണ്. എന്തായാലും മോളത് ഏറ്റെടുത്ത് അത് വളരെ ഭംഗിയായിട്ട് പാടി. അപ്പം എന്തായാലും മോൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ പോലെ ബ്രീത്തിങ് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ശ്രുതിപ്പെട്ടി വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് മോൾ നല്ല സിംഗറായി വരട്ടെ കേട്ടോ. താങ്ക് യു. താങ്ക് യു. സിസ്ലി. റീന, എങ്ങനെ പാടിയെന്ന് തോന്നുന്നു മോൾക്ക്? അത്യാവശ്യം നന്നായിട്ട് പാടി. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് പാടുന്നത് അല്ലേ? ഫസ്റ്റ് അറ്റംപ്റ്റിന് എനിക്ക് തോന്നുന്നു മോൾക്ക് ഇത് ഇച്ചിരി ഹെവി സോങ് ആണ്. ഈ പാട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ടാണ്. അപ്പം ആ പാട്ട് കേട്ടിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് അടുപ്പമുള്ളൊരു സോങ് ആണ്. സോ മോൾക്കത് പാടിയാണ് ഇനി ഈ പാട്ടിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു ട്രൈയുടേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ മെയിൻ മോള് കോൺസെൻട്രേറ്റ് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ബ്രെത്ത്, പിന്നെ ലോവർ ഒക്ടേവ്. മോൾക്ക് ഈ പാട്ട് തുടങ്ങിയപ്പം മോള് ശ്രദ്ധിച്ചു, ഇനി അത് ടെലികാസ്റ്റിൽ വരുമ്പോൾ ഒന്ന് കേട്ടു നോക്കണം. കാൽവരി, ആ കാട് അവിടെ കാറ്റ് മാത്രമേ ഉള്ളൂ. കാൽവരി, ആ
ആ കാ എന്നുള്ളത് കേൾക്കുന്നില്ല, വരി തൊട്ടാണ് കേൾക്കുന്നത്. അപ്പം ആ ലോവർ പോർഷൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ലോവർ തന്നെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരും. കാരണം ഹൈ മോളുടെ വളരെ നല്ലതാണ്, നല്ല ത്രോ ഉള്ള ഹൈ നോട്ട്സ് വളരെ നന്നായിട്ട് ത്രോ ചെയ്താണ് കേൾക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് ലോവറും കൂടി ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കണം. പിന്നെ മോളെ ഒരു 2 സ്ഥലങ്ങൾ, ഒന്ന് ദീപം കൊളുത്തിയിടുക ഒന്ന് പാടാമോ? ദീപം കൊളുത്തിയിടുക. ആ കാ പറയുന്നില്ലേ, ആ കാ ഇച്ചിരി പോളിഷ്ഡ് ആയിട്ട് പറയാം. ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന മോള് ഒന്നുകൂടെ കേട്ട് നോക്കണം. കൊളുത്തിയിടുക. ആ കാ ആ ഒരുപാട് ഓപ്പൺ ചെയ്യുമ്പം ആ ഒരു കേൾക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി പോവും. അതുപോലെ തന്നെ അടുത്ത വരി പാടിക്കേ. മാർഗം മാർഗം തെളിച്ചിടുക. ആ കാ കണ്ടോ, കാ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ. അതൊന്ന് ഇച്ചിരി പോളിഷ്ഡ് ആയിട്ട് പാടായിരുന്നു എന്ന് തോന്നി. കാരണം അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ പല സ്ഥലത്തും. ഇപ്പം മോളുടെ ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ, ഇനി അത് കഴിഞ്ഞ് മോള് വരുമ്പോൾ മോൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ ഒരു വേദിയായി മാറട്ടെ. ആൻഡ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും നമുക്കും ഇതുപോലത്തെ നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വോയിസ് ഓഫ് ഗുഡ്നെസ് സീസൺ 3 കേട്ടോ. സോ താങ്ക് യു ഫോർ ദിസ് സോങ്. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു. അപ്പോ മോളുടെ ഇന്നത്തെ പാട്ടിന്റെ മാർക്കാണ് നമ്മൾ ഇനി അറിയാൻ പോണത്. സിസിലി, റെയ്നയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? 22.5. അത് ഏത് റൗണ്ട്? മരിയൻ റൗണ്ട് ആയിരുന്നു. ഇപ്പൊ ഇത് മെലഡി റൗണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് ഉണ്ട് മോളെ. അപ്പൊ 8 മാർക്സ്. താങ്ക് യു. അപ്പോ 24 ആയിരിക്കോ ഇന്ന് കിട്ടാൻ പോണത്? മനോജ് ചേട്ടാ, മോൾക്ക് 8 മാർക്സ്. താങ്ക് യു. യെസ് പോളിച്ചാ 8.5. താങ്ക് യു. അപ്പൊ 22ൽ നിന്ന് ഒരു വലിയൊരു ചാട്ടമായിരുന്നു. 24.5 മാർക്സ് ആണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ മോൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാർക്ക് കൂടുതൽ വന്നപ്പം, അല്ലേ? ഇനി ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് മോൾക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകണമെങ്കിൽ ഒരു പാട്ടും കൂടെ പാടി അതിൽ ഇതേപോലെ തന്നെ ഒരു ഇംപ്രൂവ്മെന്റ് കാണിക്കണം, അല്ലെങ്കിൽ എലിമിനേഷനിൽ പോവില്ലേ. അപ്പൊ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കുമായിട്ട് അടുത്ത പാട്ടിൽ പോണം കേട്ടോ. ശരി, കാണാം. അങ്ങനെ 4 പാട്ടുകളാൽ കോർത്തിണക്കിയ വോയിസ് ഓഫ് ഗുഡ്നെസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. വിഷത്തുള്ളി വീഴാതെ കൂടാരമെന്ന പോ. അജീവോള് വളരെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു സർ. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഈ ഒരു വോയിസിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ വളരെ ഒരു പുതുമ തോന്നി. പരമപിതാവാം കാരുണ്യമേ ഹൃദയത്തിൽ നീ വന്നണയൂ. മനോജ് സാറൊക്കെ പറഞ്ഞ പോലെ ഹൈ പിച്ചാണ് ഇപ്പോൾ ഈസിയായി മാറിയിരിക്കുന്നത്. ഹൈ പിച്ച് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള, പോകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. ഹായ് ജോഷുവ, ബ്രദർ ജോഷുവ. ചെറിയ റെസ്പെക്റ്റോടു കൂടിയൊക്കെ ഇനി വിളിക്കണമല്ലോ ബ്രദർ. ആവേശത്തിരയത്